അറിയാന്ന് തോന്നണേ. വഴി അറിയാമോ? ആ ഓക്കേ. പേരെങ്ങനെ? പേരെങ്ങനെ? സന്ദീപ്. അമൽ. പേര് ലിൻഡോ. അമൽ. ഞാൻ ഇടുക്കി കളിയാ. ഇടുക്കിയിൽ അടിമാലി. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഗായ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ തികച്ചും സ്ട്രേഞ്ചേഴ്സ് എന്ന് പറയാൻ പറ്റില്ല, എങ്കിലും കൂടെയുള്ള 1-2 പേരെ അറിയാം. നമ്മൾ മൊത്തത്തിൽ ആൾക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയത്തില്ല. അങ്ങനെ ഒരു സ്ട്രേഞ്ചേഴ്സ് ട്രിപ്പാണ് ഗൈസ്. ഇന്ന് നമ്മൾ പോകുന്നത് കേരളത്തിൽ തന്നെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു വഴിയിലൂടെ സഞ്ചരിച്ച് നമ്മൾ ഇലവിഴ പൂഞ്ചിറയ്ക്കാണ് പോകുന്നത്. അപ്പം നമ്മൾ നിലവിൽ മുട്ടത്തിലാണുള്ളത്. മുട്ടം എന്ന് പറയുന്ന സ്ഥലത്താണ് നിലവിലുള്ളത് കേട്ടോ. ബാക്കി വിശേഷങ്ങൾ നമുക്ക് കണ്ടുപോകാം. പിന്നല്ലേ സെറ്റ്. മലങ്കര ഡാം അല്ലേ? ഇതേ നോക്കൂ ഗൈസ്, ഇതാണ് ഇവിടെ മലങ്കര ഡാം. 1, 2, 3, 4, 5, 6 മൊത്തം 6 ഷട്ടറുകളുണ്ട് കേട്ടോ മലങ്കര. ഇപ്പോൾ വെള്ളം കുറവാണോ കൂടുതലാണോ? ഏതായാലും ഷട്ടർ തുറന്നിട്ടേക്കാം. മേലക്കൂടൊക്കെ ആൾക്കാർ കൊണ്ട്. അങ്ങനെ ഫസ്റ്റ് സ്പോട്ടായിട്ട് നമ്മൾ മലങ്കര ഡാമിൻ്റെ സ്പോട്ടിൽ വന്നിട്ട് ഇവിടെ വൈദ്യുതത്തിൻ്റെ കൂട്ട ഇലക്ട്രിസിറ്റിയുടെ സെറ്റപ്പൊക്കെ ആയിട്ടുള്ള സംവിധാനങ്ങളാണ് ഇവിടെ. ഡാമിൽ നിന്ന് ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കുന്നതിൻ്റെ സെറ്റപ്പ് ഇവിടെ. വ്ളോഗാ, വ്ളോഗ് മോഡ് അല്ലല്ല, ഇത് ഷൂട്ടാണ്. ഇതിനകത്ത് കാണിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ 6 ഷട്ടറുണ്ട്. വെള്ളം അങ്ങനെ ആൾക്കാർ മേൽക്കൂടൊക്കെ ഉണ്ടല്ലോ, ആ ഒരു മൂഡ്. ഓപ്പറേഷൻ തുഫാന്റെ ഭാഗമായിട്ട് പോലീസ് ചെക്കിംഗ് ഗൈസ്. വെൽ ഡൺ മുഖ്യമന്ത്രി. മൺസൂണൊക്കെ വന്നിട്ട് നമ്മളൊരു സ്ഥലത്ത് പോയില്ല എന്ന് നമുക്ക് മനസ്സിന് തോന്നി തുടങ്ങിയപ്പോഴാണ് ഞങ്ങൾ ഈ ട്രിപ്പ് തുടങ്ങിയത്. ആക്സസ് എൻഡോർക്ക് NS200 ഒരു കോംബോ തന്നെയായിരുന്നു. 2 സ്കൂട്ടറും ഒരു ബൈക്കും. അതൊരു പ്രത്യേക ഫീലായിരുന്നു. ആർക്കും അങ്ങോട്ട് വേറെ വേറെ അഭിപ്രായ വ്യത്യാസങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. എല്ലാവരും ഒറ്റ മൈൻഡിൽ തുടങ്ങിയപ്പോൾ പരിചയപ്പെട്ട ഹായ് പറഞ്ഞ് പരിചയപ്പെട്ടാണ്. ശേഷം നമ്മൾ എല്ലാവരും ഒറ്റ മൈൻഡിലാണ് യാത്ര തുടർന്നത് കേട്ടോ. ഇന്നത്തെ ദിവസം എന്തോ ബ്ലെസ്ഡ് ആണെന്ന് തോന്നി. കാരണം കാലാവസ്ഥ വളരെ അനുകൂലമാണ്. ഒരുപാട് മഴയോ അല്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളൊന്നും നമ്മളെ ചുറ്റിപ്പറ്റിയില്ല. എല്ലാവരും നല്ല പീസ്ഫുൾ വൈബിലാണ് ഉള്ളത്. അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് സ്പീഡോ ഒരുപാട് റേസോ കാര്യങ്ങളൊന്നുമില്ല. വളരെ പീസ്ഫുൾ ആയിട്ടുള്ള റൈഡ്. വളരെ ഒരു 60-ലോ 50-ലോ 40-ലൊക്കെ പോകുന്ന സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്ത് അടിച്ചു പൊളിച്ചൊരു യാത്ര. ബൈക്കിൻ്റെ ഫ്രണ്ട് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം. നമ്മുടെ പൈറോയുടെ ഫ്രണ്ടിലൊരു പ്ലാസ്റ്റിക് കവർ ഉണ്ടാകും. നമ്മുടെ മഴക്കോട്ടം കേട്ടോ. ഈ മൺസൂൺ തുടങ്ങിക്കഴിഞ്ഞാൽ എല്ലാവരുടെയും കയ്യിൽ ഈ മഴക്കോട്ടുണ്ടാവും. 100 രൂപ കൊടുത്ത് കിട്ടുന്ന ഈ മഴക്കോട്ടിന് എത്ര നന്ദി പറഞ്ഞാലും മനസ്സിലാവില്ല. ആകാശത്തൊക്കെ കോട അടിപൊളിയായി കയറി തുടങ്ങി. ഞങ്ങളുടെ മനസ്സും അതുപോലെ തന്നെ തണുത്ത് വന്നു തുടങ്ങുന്നുണ്ട് കേട്ടോ. കാരണം ജോലി തിരക്ക്, അതുപോലെ ഒരുപാട് ഫ്രസ്ട്രേഷൻസ് കാര്യങ്ങളിലൂടെയൊക്കെ മനസ്സിങ്ങനെ സഞ്ചരിക്കുന്ന സമയത്ത് ഇടയ്ക്കിങ്ങനെ ഒരു തണുക്കാൻ വേണ്ടിയിട്ട്, ശരീരവും മനസ്സും തണുക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഇങ്ങനത്തെ ഒരു ട്രിപ്പ് പോകുന്നത് നന്നായിരിക്കും. ഈ ഒരു എൻജോയ്മെൻറ്റ് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. കാരണം ഓരോരുത്തർക്കും ഇതിൻ്റെ ഒരു വൈബ് നിങ്ങൾക്ക് മനസ്സിലാവും. ഞങ്ങൾ ഇന്ന് കാണിച്ചു കൂട്ടുന്ന എന്തൊക്കെ വൈബുകളാണ് നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ കാണാൻ പറ്റും കേട്ടോ ഗൈസ്. ഗൈസ്, നമ്മൾ കുറച്ച് നേരം ഇവിടെ സ്പെൻഡ് ചെയ്തതിനു ശേഷം ഇതേ കാണുന്ന മേലേക്ക് കയറി പോകട്ടോ. ഇനി വഴിയും വള്ളിയും ഒന്നും പ്രശ്നമുള്ള കേസ്. വെള്ളത്തിൽ മുങ്ങിപ്പോരുത് കേട്ടോ. ഓയ്യോ എൻ്റെ പൊന്നട, ഇവിടക്കത്ത് കുഴിയായിരുന്നു കേട്ടോ അത്. ഒരു പ്രശ്നമില്ല, നമ്മൾ ഓഫ് റോഡിങ് കിങ് ആയിട്ട്. ബ്രോ ഇത് എന്താ പറയുന്നത്? ചെറുത് ലൈറ്റായിട്ട്
ഒരു 2 മിനിറ്റിന്റെ ഇത് സ്ട്രഗിൾ മാത്രമേ ഉള്ളൂ അളിയാ. ജസ്റ്റ് ഒന്ന് ഇറങ്ങിയപ്പോ കയറി വരാ. അതാ ഇറങ്ങിക്കോ. ഓഫ് റോഡ് നമ്മുടെ മെയിൻ അല്ലേ? ഓഫ് റോഡ് നമ്മുടെ മെയിൻ അല്ലേ? ഞാനേ അളിയനോടും കൂടെ കയറിക്കോളാൻ പറ. ഒരു പ്രശ്നമില്ല. മുള്ളന്തണ്ട് വെച്ച് നോക്കുമ്പോ ഇതൊന്നുമല്ല. അതൊക്കെ അത്രേ ഉള്ളൂ. സിമ്പിൾ മാറ്. തടാകങ്ങളുടെ ഒരു വലിയ ശേഖരം തന്നെ ഇവിടെ ഉണ്ട്. പോയിട്ട് വേടാ. നല്ലൊരു തടാകം കേട്ടോ ഗൈസ്. ഇറങ്ങില്ലേ? നമ്മൾ നൈസായിട്ട് പോകണം ഗൈസ്. തടാകത്തിൻ്റെ നടുവിൽ വൈബായിട്ട് അളിയിൽ അത് കൂടെ വന്നു. ഇല്ലല്ലേ? മുതലാളിയുടെ വണ്ടി ഇത്രയും വലിയ ഓഫ് റോഡ് ഇറക്കിയിട്ട് ഏതാ എന്താ നോക്ക്. ഓ പൊളി വൈബ്. ഏയ് ബ്രോ ആക്സസ് 125 എൻഡോർക്ക് NS200. അല്ല ഇത് റെട്രോ തന്നെ. ഇത് ഭയങ്കര റെട്രോ ഫീൽ അതിന്. നമ്മളെടുത്ത ഫോട്ടോ ഒക്കെ ഉണ്ടല്ലോ എഡിറ്റേക്ക് മാറ്റുമ്പോഴത്തേക്കുണ്ടല്ലോ. ഞാൻ എഡിറ്റ് ബ്രോ ഇത് ചാടിപ്പാൽ ആരും ഇടരുത് കേട്ടോ. ഞാൻ എഡിറ്റ് ചെയ്തിട്ട് തരാവേ. അല്ലെ ബ്രോ ആരെങ്കിലും എഡിറ്റ് ചെയ്തിട്ട് ഇടാവുള്ളേ. ചാടി കയറി ഇടരുത് കേട്ടോ. നമ്മളിപ്പോ ഇത് കുളത്തിന്റെ പേരെന്തോ? ഇലവിഴക്കുളം. ബ്രോയുടെ വകുപ്പിൽ പറഞ്ഞ ഇലവിഴക്കുളം. നമ്മൾ ലൈക്കാട്ടോ. അതോടത്ത് ചെറിയൊരു ലൈക്കാണ്. ഇതിവിടെ വരുന്ന ആൾക്കാർക്ക് കാണാൻ പറ്റിയൊരു നല്ലൊരു സ്ഥലം കേട്ടോ. നമ്മൾ മേളിലോട്ട് കയറിപ്പോ ചെറിയൊരു ഓഫ് റോഡ് നമുക്ക് കയറാണ്ട്. നമുക്കൊന്ന് കാണാം അത് എങ്ങനെയുണ്ടെന്ന്. ഓ ഇവിടെ അതിനകത്ത് കൈവെക്കേണ്ടി വരും. അതിനകത്ത് കയറി പോരോ? കയറി പോരുന്നുണ്ട്. കടിപ്പില്ല. ആ കയറി പോകുന്നുണ്ട് ഗൈസ്. കയറി 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 കയറി. പൊളി വൈബ്. എന്തേ അളിയൻ കയറിയില്ല. അങ്ങോട്ട് നോക്കോ. അടിപൊളിയാ. ആ ഇലവിഴപ്പൂഞ്ചിറ ലേക്ക് നൈസ് ആയിരുന്നു കേട്ടോ. ജസ്റ്റ് ഒരു ഓവർ ഹൈപ്പില്ല. നൈസ് വൈബ്. അളിയാ വീഡിയോ എടുത്തോ. വീഡിയോ രാവിൽ മാത്രം കാണും നക്കു തെളിച്ച കണങ്ങളണക്ക് രഹസ്യമായിടാൻ മോഹപ്പെണ്ണിൻ്റെ ചെളി വൈബ്. ഓ മൈ ഗോഡ് പൊളി വൈബ് ഗൈസ്. ഇവിടെ നമ്മൾ വണ്ടി വെക്കണം. മേളിലൊക്കെ വണ്ടി കയറ്റി കൊണ്ടുപോകാൻ പറ്റത്തില്ല കേട്ടോ. അവിടെ മേളിൽ നമ്മൾ ഞാൻ ഇവിടെ ഇട്ട് കറക്കട്ടെ. ആ കുറച്ച് കയറിപ്പോന്ന് തോന്നുന്നു മേളിലോട്ട്. ചെറിയൊരു ഓഫ് റോഡ് ഉണ്ട് കേട്ടോ. ചെറിയൊരു സ്മോൾ ഓഫ് റോഡ്. കുറച്ച് എവിടെ വണ്ടി വെക്കണം. മേളിലോട്ട് വണ്ടി കയറി പോകില്ല. മേളിലോട്ട് പോകേണ്ടവർക്കൊക്കെ നമുക്ക് നമ്മുടെ ഓഫ് റോഡ് വണ്ടിയുണ്ട്. ജീപ്പുണ്ട്. ആ ജീപ്പിന് കയറിപ്പോം മേളിലോട്ട്. 200 രൂപ 300 രൂപ കണ്ട് എമൗണ്ടാണ് അതിൻ്റെ എമൗണ്ട് വരുന്നത് കേട്ടോ. എൻ്റെ പൊന്നടാ നിങ്ങൾ നോക്കടാ. എന്താടാ ഇത് പൊളി മൂടാണല്ലോ.
ആൾക്കാരൊന്ന് ആ മേളിലോട്ട് വണ്ടി കൊണ്ടാവാലോ. എല്ലാരും വെക്കുവാണ്, നമുക്ക് നടന്നു കയറി പോട്ടോ. നടന്നു കയറി പോലടാ, നടന്നു കയറി പോലെ. ഞങ്ങൾ മേളിലോട്ട് കയറി പോട്ടെ. അപ്പം എല്ലാവരും ഉണ്ട്. ഓഫ് റോഡ് വണ്ടിക്ക് ഓഫ് റോഡ് വണ്ടികൾക്ക് മേളിൽ നിന്ന് കയറി വരാം. അവരിത് ഇറങ്ങി പോട്ടോ. ഓണല്ലേ, എല്ലാം സെറ്റാണ്. പൊളി കേറിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങള്. എപ്പോ വേണേലും മഴ പെയ്യാം, എപ്പോ വേണേ മഴ പെയ്യാം. നമ്മളൊരു കവറുന്നുണ്ട്, ഈ കവർ നിറച്ച് എല്ലാ സാധനവും ഇതിനകത്താണ്. ഹെൽമെറ്റ്, കവർ. അളിയ ആ മുത്ത ഇത് ഏതാ സാധനം എന്ന് പറഞ്ഞേ? ഇത് മാർഷൽ ആർട്സ്. ഓ പൊളിക്കുന്നു മേളിൽ പോയിട്ട്. ബ്രോ ഇത് എന്തോ കയ്യിലുണ്ടല്ലോ, റെയിൻകോട്ട്. മേളിലോട്ട് കയറാൻ കേട്ടോ പൈസ. എല്ലാം പൊളി വൈബ്. ഇത് എവിടെ? ഞങ്ങള് ചുമ്മാ ഫ്രണ്ട്സിന്റെ കൂടെ ചുമ്മാ വന്ന എന്റെ ലീവാ, അതുകൊണ്ട് പിന്നെ കാണാം നമുക്ക്. ഓക്കെ 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 ബ്രോ. അൺഎക്സ്പെക്റ്റഡ് ചേട്ടൻപുള്ളിയുടെ ചങ്കുപടി അവിടെ മീറ്റ് ചെയ്തു ഗൈസ്. ആ ചേട്ടൻ്റെ ഫ്രണ്ടാണ്. എന്താ ഞാൻ നോക്കുന്നത് ആരുടെ പിന്നെ ഐഡന്റിഫൈ ചെയ്ത് പതിവില്ല, അതൊരു വിളിയല്ലേ ഗൈസ്. നമ്മൾ ഇപ്പൊ തന്നെ ഓടെ വരും. ഹെൽമെറ്റ് താഴേന്ന് വേണമെങ്കിൽ ജീപ്പിന് കയറി പോരാം. ഇവിടെ ഇടിവെട്ട് കാണാൻ വേണ്ടി തന്നെ ആൾക്കാർ വരുന്നുണ്ടെന്നേ. ഐഫോൺ ഷൂട്ട് പൊളിയായിരിക്കും കേട്ടോ. ഒരു 16 Pro നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ. അളിൻ്റെ കയ്യിൽ ഒരു 16 Pro ഉണ്ട്. അതിച്ചാണ് നമ്മൾ അന്യായമായിട്ട് ചാമ്പിക്കൊണ്ടിരിക്കുന്നത് ഗൈസ്. ഗോപ്രോ ഉണ്ട്, എല്ലാം ഒരേ മൂടാണ്. കുറച്ച് കയറി പോയിട്ട് കാണാം. ഓക്കെ, മഞ്ഞിറങ്ങി തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. ബ്രോയുടെ ചിക്കനെ കൊണ്ട് ഇവിടെ ഇടയ്ക്കിരുന്ന് ആരും അറിയില്ല കേട്ടോ ബ്രോ. ഏത് ഇലവിഴ പുഞ്ചിറ വരാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. ഇവിടുന്ന് മേളിലേക്ക് വണ്ടി കൊണ്ടുപോകാൻ പറ്റില്ല. ഫുള്ള് ഓഫ് റോഡ്. ഇവിടം വരെ വരത്തുള്ളൂ, ബാക്കി അല്ല ബ്രോ. ഇത് ഈ വയസ്സായവർക്ക് കുറച്ചൊക്കെ എക്സ്പ്ലോർ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്ക് കൂടെ വരണ്ടേ, മിസ്സാവത്തില്ല. കാണേണ്ടതൊക്കെ കണ്ടിട്ട് തന്നെ പോവാ. നീ ഹിൽസ് ഫസ്റ്റ് ടൈം ആണോടാ? ഹില്ല് ഇതുപോലത്തെ മല ഫസ്റ്റ് ആണോ? കേറിണ്ടല്ലേ? നമ്മുടെ ഇലവിഴ പൂഞ്ചിറ എന്ന് പറഞ്ഞ ഒരു സിനിമ ഉണ്ടല്ലോ ബ്രോ. ആ സിനിമ ബേസ് ചെയ്തുകൊണ്ട് തന്നെ ഒരുപാട് പ്രൊമോഷൻ ഈ സ്ഥലത്തിന് കിട്ടിയിട്ടുണ്ട്. അതന്നെ അതന്നെ, ഞാൻ ഒറ്റയ്ക്ക് വന്നിട്ടുണ്ട്, ഇവിടെ ഒരുമിച്ച് വന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ മാത്രമല്ല, നമ്മൾ കുറച്ചുകൂടെ പോയിട്ട് ഇല്ലിക്കല്ല് ബാക്ക് സൈഡും കൂടെ നമ്മൾ ഇന്ന് പിടിക്കുന്നു. കുറച്ചും കൂടെ ദേ കാണുന്ന കുറച്ചും കൂടെ കയറി പോകണ്ട കേട്ടോ ഗൈസ്. ദേ വഴിക്ക് ഹെൽമെറ്റിന് 2.5 കിലോ ഉണ്ട് എന്നാണ് എനിക്ക് തോന്നണേ. ഇവിടെ നമ്മളിപ്പോ മേളിൽ പോയിട്ട് ആ മാർഷലിൽ ഒരു പാട്ടും വെച്ച് ഈ മടുപ്പൊക്കെ ഒന്ന് മാറ്റി. ലൈഫ് ഊരി പോയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. കയറ്റത്തിന്റെ ആ കഠിനമായ ഈ സാധനമൊക്കെ ഉണ്ടോ ബ്രോ? ഇതെന്തോ ബ്രോ സംഭവം മേളില്? വൈഫൈയാ? മാർഷല് ഇലവിഴ പൂഞ്ചിറ. അതെ അതെ അതെ, ഇവിടുത്തെ സിനിമ അതെ. ഇലവിഴ പൂഞ്ചിറ തന്നെ. അത് തന്നെ അത് ഇലവിഴ പൂഞ്ചിറ തന്നെ. ഏയ് അത് ഇലവിഴ പൂഞ്ചിറ. ആരും ആത്മഹത്യ
കുട്ടേട്ടൻ മഴ പെയ്ത് മുട്ടയിട്ടാണ്. അടിപൊളി ഗായ്സ്, അടിപൊളി കിടുക്ക വൈബ്. മാർഷലിൽ മാർഷൽ ബോയ്സ് ആണോ നമ്മളെ മഞ്ഞുവൽ ബോയ്സ് ആണോ? ഹൈലൈറ്റ് ഗൈസ്, ഇലവിഴ പൂഞ്ചിറല്ലേ. ഇതിന്റെ അകത്തേം കയറിയിട്ടില്ല, ജസ്റ്റ് കയറിയല്ലേ ബ്രോ? കേൾക്കോ, ഞാനും കേറിട്ടില്ല. ഇപ്പം പൊളിഞ്ഞു കേട്ടോ. മറന്നു പോകുമ്പോ ഇതൊരു ക്യാമറ, സോണിയുടെ ഒരു പിക്സൽ നമ്മുടെ കയ്യിലുണ്ട്. താഴേക്ക് ഇഷ്ടം പോലെ കിടുക്കൻ. നമുക്കിത് എഡ്ജിലേക്ക് പോകാം, എഡ്ജിലേക്ക് പോകാം. ഇഷ്ടംപോലെ ആൾക്കാർ വന്നിട്ടുണ്ട് ഗൈസ്. ബ്രോ അതിന്റെ ഒരു ഫോട്ടോ എടുക്കാം. നമ്മൾ ഇലവിഴ പൂഞ്ചിറയുടെ ടോപ്പിലാണുള്ളത്. നമ്മളിനി ഫോണ് തന്നെ ബോഡി ലാംഗ്വേജ് വേറെ ആരോ ഡ്രസ്സൊക്കെ വെച്ചിട്ട് പോയി. അയ്യോ, ഇവിടെ പാട്ടം കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പൊള്ളിയായിരിക്കും. പാട്ടോക്ക് മനസ്സുകളായി പോകും ദൂരം ഇതുവരെയും നാം കാണാദൂരം. ഒരുപാട് നാളുകൾക്ക് ശേഷം സ്ട്രേഞ്ചേഴ്സ് ട്രിപ്പ്. എല്ലാവരും ഓരോ കോളി ഗൈസ്, എല്ലാവരും ഓരോ വൈബ്. ആള് വരുന്നുണ്ട്. എന്റെ പോയിന്റ് ഇല്ല, നിങ്ങൾക്ക് സേഫ് ആണെന്ന് നിർത്തിക്കോളാം. ഇല്ല സ്ഥലമൊന്നുമില്ല, എന്തൊരു മണിക്ക് പോവാം. എടാ താഴെ നിങ്ങൾക്ക് ഇറങ്ങാൻ പറ്റുമോ? എന്റെ അമ്മ കുറെ പേര് ആ വഴി കയറി ഇറങ്ങി പോകുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഗൈസ്, ഈ വീഡിയോ നിങ്ങൾ മൊത്തം കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. ബട്ട് ഇതെൻ്റെ ലൈഫിലെ ഒരു ഗുഡ് മെമ്മറിയാണ്. അതുപോലെ തന്നെ ഒരിക്കലും മറക്കാനാവാത്തൊരു ദിവസം അങ്ങനെ കഴിഞ്ഞു പോകുന്നു. സോ ഏതായാലും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഗൈസ്. അതുവരെ എല്ലാവർക്കും ടാറ്റ.